അങ്ങനെ മൺസൂൺ സ്റ്റാർട്ടായെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ നല്ല മേളമായിരിക്കും. വൈകുന്നേരം ഈ മഴ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായയോ അല്ലെങ്കിൽ കടിയൊക്കെ കടിക്കാൻ തോന്നത്തില്ല. ഈ മഴ കാണുമ്പോഴത്തേനും അല്ലെങ്കിലും അങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ദേവുട്ടിയും കൂടെ ഇങ്ങനെ അകത്തോട്ട് കയറി. പക്ഷേ അവളോട് ഞാൻ അധികം പറഞ്ഞില്ല കേട്ടോ, കാരണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവളിങ്ങനെ പുറകിൽ നിന്ന് മാറത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഓടും കേട്ടോ. അരി പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അരിപ്പൊടി കൊണ്ട് വല്ല ഇലയുടെയോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ ഇതൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞാനെന്തായാലും ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ദൈവമാണ് എൻ്റെ അടുത്തിൽ നിന്ന് മാറുന്നില്ല, കാരണം അവൾ ശർക്കര അവിടെ ഇരിക്കുന്നത് കണ്ട് അതിനെ ചിരണ്ടെണ്ണ വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുത്തുകൂടി ഇരിക്കട്ടോ. കുറച്ച് തേങ്ങയൊക്കെ കൊടുത്ത് ഞാൻ ഒതുക്കിയിട്ടുണ്ട്. എന്നാലും പോകത്തില്ല കേട്ടോ, പുറകെ നിൽക്കുക. കാരണം ശർക്കരയും തേങ്ങയും കൂടെ കുഴച്ച് മിക്സൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അതിനകത്ത് വെച്ച് വേവിച്ച് കൊടുക്കുന്നതിലും വേണം ചുമ്മാ വാരത്തിരുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ അതെല്ലാം കുഴച്ച് ഞാനെന്തായാലും കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ടാണെങ്കിൽ അമ്മ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നേ. അപ്പോൾ ഞാനിതൊക്കെ ഓർക്കും, കാരണം നമ്മൾ അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാണിച്ചു തന്നെയല്ലേ ഇപ്പോൾ എല്ലാവരും കാണിക്കത്തുള്ളൂ. എന്തായാലും ഞങ്ങളൊരു ചെറിയ കട്ടനൊക്കെ വെച്ച് മഴ എന്തായാലും തോർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ചാറ്റിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കൊഴുക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തായാലും 4 മണി പലഹാരം ഇങ്ങനെ മഴയത്തോട്ട് നോക്കി ഇന്ന് കട്ടനൊക്കെ അടിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വിശേഷം. ബൈ.